പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വരുന്ന ഏപ്രിൽ 9 കേരളത്തിൽ അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിന് പുറത്തു നിന്ന UDF അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന വലിയൊരു സമര പോരാട്ടമാണ് ഈ 9 നടക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ വളരെ തീപാറുന്ന ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20,000-ലധികം ഭൂരിപക്ഷത്തിൽ, 23,000-നടുത്ത് കണ്ട് ഭൂരിപക്ഷത്തിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയത് BJPയുടെ ശ്രീമൻ V മുരളീധരനായിരുന്നു. UDF 3-ാം സ്ഥാനത്തായിരുന്നു. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴക്കൂട്ടം മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയത്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ഇത്തവണ മത്സരിക്കുന്നത് UDFനെ പ്രതിനിധീകരിച്ച് ശ്രീമൻ T ശരത്ചന്ദ്ര പ്രസാദാണ്. കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഒരു പോരാളിയായിട്ടുള്ള T ശരത്ചന്ദ്ര പ്രസാദാണ് ഈ തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ UDFൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് വളരെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായി. ആ സ്ഥാനാർത്ഥിയെ അപേക്ഷിച്ച് ഇപ്പോൾ നോക്കിയാൽ T ശരത്ചന്ദ്ര പ്രസാദ് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ UDFന് വേണ്ടി മത്സരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വെച്ച് ഏറ്റവും മുതിർന്ന നേതാവും ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുമാണ് T ശരത്ചന്ദ്ര പ്രസാദ്. T ശരത്ചന്ദ്ര പ്രസാദിനെ നേരിടുന്നത് CPM-ൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രനും BJP-യിൽ നിന്ന് V മുരളീധരനുമാണ്. സുഹൃത്തുക്കളെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിലാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ, പ്രത്യേകിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് ശ്രീമൻ T ശരത്ചന്ദ്ര പ്രസാദ് വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നത് വിശദമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, കടകംപള്ളി സുരേന്ദ്രനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. നമുക്കറിയാം, കടകംപള്ളി സുരേന്ദ്രൻ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എനിക്കൊന്നൊരു 10 പതിറ്റാണ്ട് കാലത്തിലധികമായി CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ പ്രതിനിധീകരിക്കുകയാണ്. നമുക്കറിയാം, 2016-21 കാലഘട്ടത്തിൽ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള അല്ലെങ്കിൽ CPM-കാരായിട്ടുള്ള പ്രവർത്തകരോടും അണികളോടും അഭ്യുദയകാംക്ഷികളോടും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ കടകംപള്ളി സുരേന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോയിട്ട് മത്സരിക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് CPM-കാരോട്, CPM-ൻ്റെ അണികളോട് എനിക്ക് ചോദിക്കാനുള്ള വളരെ എൻ്റെ ഉള്ളിൽ തട്ടിയ ഒരു ചോദ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്കറിയാമല്ലോ, CPM-നകത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെരുമാറ്റ രീതികൾ, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പെരുമാറ്റ രീതികൾ, ഇതിലൊക്കെ വളരെ സുതാര്യവും വളരെ ശരിയായ രീതിയിലുമുള്ള ഇടപെടൽ നടത്തേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. നമുക്കറിയാമല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതുല്യ നേതാവായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ളത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ, സ്ത്രീകളോട് മോശമായി പെരുമാറൽ, ഇതിനൊക്കെ എതിരായിട്ടാണ് VS അച്യുതാനന്ദൻ അതിശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, 2006 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ VSൻ്റെ പ്രചരണം ആരംഭിക്കുമ്പോൾ തന്നെ VS നടത്തിയ ഒരു പ്രതികരണമുണ്ട്. സ്ത്രീ പീഡനം നടത്തുന്ന നരാധമന്മാരെ കയ്യാമം വെച്ച് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും എന്നുള്ളത് VSൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ച ഒരു പ്രതികരണമായി.
നമുക്കറിയാം എത്രയോ സ്ത്രീ പീഡന കേസുകളിൽ VS ശക്തമായിട്ടുള്ള സമര പോരാട്ടം നടത്തി. ഐസ്ക്രീം പാർലർ കേസ്, കിളിരൂർ കേസ്, കവിയൂർ കേസ്, അങ്ങനെ എത്രയെത്ര സ്ത്രീ പീഡന കേസുകളിൽ VS ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തി. അപ്പൊ അതെല്ലാം തന്നെ സ്ത്രീകളോട് മാന്യമായി പെരുമാറുക, സ്ത്രീകളോട് മോശമായി പെരുമാറാതിരിക്കുക, അതൊക്കെ ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരുടെ CPM-കാരുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്നുള്ളത് കൊണ്ടാണ് VS ഈ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരം നടത്തി. നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വനിത എത്ര ഹീനവും ദയനീയവുമായിട്ടുള്ള പ്രതികരണമാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് നടത്തിയിട്ടുള്ളത്. വളരെ മോശമായിട്ടുള്ള പ്രതികരണമല്ലേ അവർ നടത്തിയിട്ടുള്ളത്. അവർ ഞാനുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ അവർ പറയുകയായിരുന്നു, അവരിവിടെ ഏതോ ഒരു ലാബ് എന്തോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചെന്നപ്പോൾ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വന്നു. ആദ്യ തവണ ഈ സ്വപ്ന സുരേഷിനെ കാണുമ്പോൾ, അവരന്ന് കോൺസൽ ജനറലിന്റെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ്, അവർ കോൺസൽ ജനറലുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. ആദ്യ തവണ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോൾ തന്നെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വന്ന് അവരുടെ തോളിൽ കൈയിട്ടു എന്നാണ് അവർ പരസ്യമായി അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്. അവരാകെ അവജ്ഞ തോന്നി അവരെ കൈ തട്ടി മാറ്റുകയാണ് ചെയ്തത്. ഞാൻ അവരോട് അഭിമുഖ സംഭാഷണം നടത്തിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഏറ്റവും ഒരു വളരെ മോശമായിട്ടുള്ളൊരു മുഖഭാവത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചത്, സർ വുഡ് യു ലൈക്ക് ടു ടച്ച് ഡർട്ട് എന്നാണ് എന്നോട് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ, സർ നിങ്ങൾക്ക് മാലിന്യത്തെ തൊടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ സർ എന്നാണ് സ്വപ്ന സുരേഷിനോട് ചോദിച്ചത്. അതിനുശേഷം അവരെന്നോട് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞാൽ ഒരു മന്ത്രി എന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പറ്റിപ്പോലും ഒരിക്കലും കേൾക്കാത്ത അഭിപ്രായങ്ങളാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളുമോ, വീട്ടിൽ കയറ്റിയാൽ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ തോന്നും, ചെരുപ്പ് കൊണ്ട് അടിച്ച് പറഞ്ഞു വിട്ടാൽ തന്നെ വീണ്ടും കയറി വരും എന്നൊക്കെ പറഞ്ഞ് വളരെ നീചവും നികൃഷ്ടവുമായിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ CPM-ന്റെ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞത്. അത് അവരെന്നോടൊരു അഭിമുഖ സംഭാഷണത്തിലാണ് പരസ്യമായി പറഞ്ഞത്. അത് പറഞ്ഞിട്ട് വർഷങ്ങൾ 3 കഴിഞ്ഞിരിക്കുന്നു. പരസ്യമായി സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഇത്ര നീചമായി പറഞ്ഞിട്ടും, ഇത്ര മോശമായി പറഞ്ഞിട്ടും, ഇത്ര ദയനീയമായി പറഞ്ഞിട്ടും കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വപ്ന സുരേഷിനെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? കൊടുക്കേണ്ടതല്ലേ? കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഒരു മന്ത്രിയുമായിരുന്ന ആൾ ഒരു സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ? അയാൾ ഈ 3 വർഷമായിട്ട് മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഇതുപോലെ ആ സ്ത്രീയോട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല. കേസ് പോട്ടെ, ഒരു നോട്ടീസ് പോലും സ്വപ്ന സുരേഷിനെതിരെ അയച്ചിട്ടില്ല. അപ്പൊ അത് കാണിക്കുന്നത് എന്താണ്? ഇയാൾ ഏറ്റവും മോശമായി സ്ത്രീകളോട് പെരുമാറുന്ന, ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ പോലും അതിനൊരിക്കലും ചേരാത്ത നിലയിൽ സ്ത്രീകളോട് പെരുമാറുന്ന അധമനായ ഒരു മനുഷ്യനാണ് എന്നാണ് യഥാർത്ഥത്തിൽ VS-ന്റെ ഭാഷയിൽ ഒരു നരാധമനാണ് ഇയാൾ. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടുള്ള എൻ്റെ ചോദ്യം, CPM-കാരോടുള്ള എൻ്റെ ചോദ്യം, നിങ്ങൾ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കടകംപള്ളി സുരേന്ദ്രന് വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾ സ്ത്രീകളോട് ഏറ്റവും നീചവും നികൃഷ്ടവുമായി പെരുമാറുന്ന ഒരാളാണ്. അതിൽ CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നപ്പോൾ, ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ് അയാൾ ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയോട് ഇത്ര മോശമായി പെരുമാറിയത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് CPM-കാരോട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പറയാനുള്ളത്, നിങ്ങൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെ വെച്ചു പൊറുപ്പിക്കരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കണം. കാരണം സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള അധമന്മാര് ഈ പാർട്ടിയിൽ നിലനിൽക്കാതിരിക്കാനുള്ള നിലപാടാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ശബരിമല പെരുങ്കൊള്ള. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആണ് ശബരിമല പെരുങ്കൊള്ള നമ്മുടെ മുന്നിൽ വരുന്നത്. എന്താണ് ശബരിമല പെരുങ്കൊള്ളയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? കേരളത്തിലെ ഹിന്ദു സമുദായത്തിന്റെ മഹാക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമലയിൽ പൂശിയ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയത് ആരാണ്? ആലോചിച്ച് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ആലോചിച്ച് CPM-ന്റെ നേതാക്കന്മാരല്ലേ? പത്മകുമാർ, വാസു ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന ഗൂഢാലോചനയിലല്ലേ അതെല്ലാം തട്ടിക്കൊണ്ടുപോയത്. ആ തട്ടിപ്പ് നടക്കുന്ന സമയത്ത്, ശബരിമല പെരുങ്കൊള്ള നടക്കുന്ന സമയത്ത് ആരായിരുന്നു ദേവസ്വം മന്ത്രി?
നിങ്ങൾ CPM-ന്റെ അണികളൊന്ന് ചിന്തിച്ച് നോക്കൂ. കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നില്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി? ആ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അയാളുടെ മന്ത്രി ഓഫീസിലെ സ്വകാര്യ മുറിയിലിരുന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്ന ഫോട്ടോകൾ പുറത്തു വന്നതല്ലേ? കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPM-കാരെന്ന് ആലോചിച്ച് നോക്ക്, പുറത്തു വന്നതല്ലേ? അതിനുശേഷം ബാംഗ്ലൂർ എയർപോർട്ടിന്റെ പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടൊരു സ്വകാര്യ സംഭാഷണം ഇയാൾ നടത്തുന്നതിന്റെ ഫോട്ടോ പുറത്തു വന്നതല്ലേ? CPM-കാരെന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകന്റെ നൂലുകെട്ടിന് മന്ത്രി വീട്ടിൽ ചെല്ലുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകന് നൂലുകെട്ട്. എന്തിനാണ് മന്ത്രി അത് അവിടെ ചെല്ലുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ വന്ധ്യ വയോധികനായിട്ടുള്ള അയാൾക്ക് ഉപഹാരങ്ങളുമായി കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന്റെ വീട്ടിൽ ചെല്ലുന്നു. എന്തിന്? ഇതൊക്കെ സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധമല്ലേ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? അതിനെ തുടർന്നിട്ടല്ലേ ശബരിമല കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇയാളെ ചോദ്യം ചെയ്തത്? ഇയാളെ രഹസ്യമായി ചോദ്യം ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത്? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായിരുന്ന ആളെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ചോദ്യം ചെയ്തില്ലേ സുഹൃത്തുക്കളെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം അഴിമതിയുമായി ബന്ധപ്പെട്ടല്ലേ അത്? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇയാളെന്തോ വലിയ വിശ്വാസിയാണെന്ന് ഇയാളുടെ ഒരു പത്രസമ്മേളനം ഞാനിപ്പോൾ പോരുന്നതിന് മുമ്പേ കണ്ടു. അതിൽ അയാൾ ആണയിടുകയാണ്, കാളി എന്തോ ഒരു ദേവി, ആ ദേവി നിങ്ങളെ വെറുതെ വിടില്ല. എന്നാലോചിച്ച് നോക്ക്. ഒരു നാസ്തികനായിട്ടുള്ള ഇയാള് പച്ചയ്ക്ക് ഇരുന്നു കൊണ്ട് അയാൾ ദൈവം നമ്മളെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുകയാണ്. അപ്പം ശബരിമല പെരുങ്കൊള്ളയിൽ അയാൾ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷം ഹിന്ദു സമുദായത്തിലെ അംഗങ്ങളും ഇന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ഉറച്ചു വിശ്വസിക്കുന്നു ഇയാൾക്ക് സ്വർണ്ണക്കൊള്ളയിൽ വലിയ പങ്കുണ്ട് എന്ന്. ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ CPM അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. വേറൊരു ഗവൺമെന്റാണ് അധികാരത്തിൽ ഇരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിൽ ഇതിനുള്ളിൽ കടകംപള്ളി സുരേന്ദ്രൻ അഴിയെണ്ണുമായിരുന്നു എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? CPM എന്ന് പറഞ്ഞ പാർട്ടി ഒരു അഴിമതി വിരുദ്ധ പാർട്ടിയല്ലേ സുഹൃത്തുക്കളെ? ആ പാർട്ടിയിൽ ഒരു അഴിമതിക്കാരന് സ്ഥാനമുണ്ടോ? CPM-കാരൊന്നും ചിന്തിച്ചേ. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ ഒരു CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ കടകംപള്ളിയൊക്കെ എന്നേ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. അപ്പൊ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? CPM-കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ കാണാൻ കഴിയുന്നത്? സ്ത്രീകളോട് മോശമായി പെരുമാറുന്നയാൾ, സ്വർണ്ണക്കൊള്ളക്കേസിൽ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ. അയാൾ യഥാർത്ഥത്തിൽ 8-10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അയാൾ സ്ഥാനാർത്ഥി ആകില്ലായിരുന്നു എന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പോലും അയാളെ ചവിട്ടി പുറത്താക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഏറ്റവും ജീർണിച്ച ഒരു പാർട്ടിയാണ് CPM-ആണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലത്തെ ജീർണിച്ച പുഴുത്ത് ചീഞ്ഞ് നാറിയ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ പാർട്ടി നന്നാവണമെന്ന് CPM-കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് CPM-കാർ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക്. ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം എന്താ? കടകംപള്ളി സുരേന്ദ്രനെതിരായി വോട്ട് ചെയ്യണം, കടകംപള്ളി സുരേന്ദ്രനെതിരായി വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ആ സമരം, നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെതിരായി നടത്തുന്ന സമരം അതിൻ്റെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ T. ശരത്ചന്ദ്ര പ്രസാദിന് തന്നെ ചെയ്യണം കൈപ്പത്തി അടയാളത്തിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ചെയ്യുന്ന ഒരു വിഭാഗം വോട്ട് ശരത്ചന്ദ്ര പ്രസാദിനും ഒരു വിഭാഗം വോട്ട് V. മുരളീധരനും പോയാൽ ആ വോട്ട് സ്പ്ലിറ്റായി പോകും. ആ വോട്ട് സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ അത് കടകംപള്ളി സുരേന്ദ്രന് ഗുണമായി വരും. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ CPM രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, CPM നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, CPM-ന്റെ അതിജീവനത്തിൽ താല്പര്യമുള്ള അണികൾ മുഴുവൻ പേരും കടകംപള്ളി സുരേന്ദ്രനെതിരായി നിങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വോട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ T. ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. 2019 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയത് BJP-കാരായിരുന്നു. അവർ സമരത്തിൻ്റെ എല്ലാം മുന്നിൽ അവരായിരുന്നു ഉണ്ടായിരുന്നു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരെ 10-100 കേസുകൾ വരെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും BJP-ക്ക് ഒരുപാട് വോട്ട് കിട്ടുമെന്നും BJP ചിലപ്പം 1-2 സീറ്റുകളിൽ ജയിക്കും എന്ന് പോലും നമ്മൾ വിശ്വസിച്ചു. പക്ഷെ ഫലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? BJP-യുടെ സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ പോലും വിജയിച്ചില്ല. എന്തുകൊണ്ടാണ്? അന്ന് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു സമുദായ അംഗങ്ങൾ
അവര് ബി ജെ പിക്ക് വോട്ട് കൊടുത്തില്ല. എന്താ കാരണം? ബി ജെ പി ജയിക്കാനുള്ള ഒരു മുന്നണിയല്ല എന്ന് മാത്രമല്ല, കുറെ വോട്ട് യു ഡി എഫിനും കുറെ വോട്ട് ബി ജെ പിക്കും കൊടുത്താൽ അത് സി പി എമ്മിന് ഗുണകരമാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അന്ന് ഹിന്ദു സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും അന്ന് യു ഡി എഫിന് വോട്ട് ചെയ്തത്. കാരണം അവർക്കറിയാം യു ഡി എഫ് ആണ് ജയിക്കാൻ പോകുന്ന മുന്നണി എന്നുള്ളത്. അതുകൊണ്ട് പിണറായി വിജയനെതിരായി യുവതി പ്രവേശനത്തിൽ എടുക്കുന്നതിന്റെ ഭാഗമായി ഹിന്ദു സമുദായങ്ങൾ ബഹുഭൂരിപക്ഷവും പിന്നെ യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടാണ് അവരവിടെ ജയിച്ചത്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ അധമനായിട്ടുള്ള ഈ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ, സി പി എം എന്ന് പറഞ്ഞ ഈ പാർട്ടി വളരണമെങ്കിൽ, സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ അതിജീവനമാണ് ഈ മണ്ഡലത്തിലെ സി പി എംകാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരവരുടെ മുഴുവൻ വോട്ടും, ഒന്നൊഴിയാതെയുള്ള മുഴുവൻ വോട്ടും, പ്രതിഷേധത്തിന്റെ മുഴുവൻ വോട്ടും, ഈ വിമർശനത്തിന്റെ മുഴുവൻ വോട്ടും, കടകംപള്ളിയോടുള്ള രോഷത്തിന്റെ മുഴുവൻ വോട്ടും ഒന്നൊഴിയാതെ ഒരൊറ്റ വോട്ട് പോലും പാഴാക്കാതെ ടി ശരത്ചന്ദ്ര പ്രസാദിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്ന് മാത്രമല്ല, ടി ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞാൽ ആരാണ്? അയാൾ യു ഡി എഫിന്റെ ഭാഗമാണ്. യു ഡി എഫ് ആണ് ഇവിടെ ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വോട്ട് പാഴാകാതിരിക്കണമെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദിന് തന്നെ വോട്ട് ചെയ്യണം. അതുകൊണ്ട് വി മുരളീധരന് വോട്ട് ചെയ്ത് ശരത്ചന്ദ്ര പ്രസാദിന് പിന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള സമര പോരാട്ടത്തിന്റെ വോട്ട് വി മുരളീധരന് ചെയ്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ, 10-25 വർഷക്കാലമായി സി പി എമ്മിൽ പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ, കഴിഞ്ഞ 10-25 വർഷക്കാലമായി സി പി എമ്മിന്റെ ജീർണതകൾക്കെതിരെ പോരാടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെതിരായി നിങ്ങൾ നിങ്ങളുടെ രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കണം എന്നും, അത് പ്രകടിപ്പിക്കുന്ന രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്ന ആ പോരാട്ടം സാർത്ഥകമാകണമെങ്കിൽ ടി ശരത്ചന്ദ്ര പ്രസാദിന് നിങ്ങളുടെ അവസാനത്തെ വോട്ടുകൾ വരെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടുകളും ശരത്ചന്ദ്ര പ്രസാദിന് കൊടുത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് പോരാടാം എന്ന് എനിക്ക് സൂചിപ്പിക്കാം. നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ 50% സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ഈ നരാധമന് വോട്ട് ചെയ്യാൻ കഴിയുക? കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ത്രീകൾക്ക് എങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു നരാധമന് വോട്ട് ചെയ്യുക, ഒരു ലൈംഗിക ആഭാസന് എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ടി ശരത്ചന്ദ്ര പ്രസാദിന് വോട്ട് ചെയ്ത് ടി ശരത്ചന്ദ്ര പ്രസാദിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 അക്കത്തിനെങ്കിലും, അതായത് 2021 കടകംപള്ളി സുരേന്ദ്രൻ 23,000 വോട്ടിനാണ് ജയിച്ചതെങ്കിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിനെങ്കിലും നമുക്ക് ടി ശരത്ചന്ദ്ര പ്രസാദിനെ വിജയിപ്പിച്ച് ഈ സി പി എമ്മിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരായിട്ടുള്ള നമ്മുടെ രോഷവും പ്രതിഷേധവും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്.